ഇടതുപക്ഷത്തിന്റെ മണ്ണിൽ നിന്നും പോരാടി വന്നൊരു MLA ഉണ്ട്, തൃത്താലയിൽ നിന്നും VT ബൽറാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഞാൻ ഉൾപ്പെടെ കേരളത്തിലെ പല ജനതയും ആഗ്രഹിച്ച ഒരു പേരായിരുന്നു VT ബൽറാം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതെ പോയത് എന്നത് വലിയ പരിഭവം ഉണ്ടാക്കുന്ന വിഷയമാണ്. അത് സംസാരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. VT ബൽറാമിനെ പറ്റിയും പറയാതിരിക്കാൻ വകയില്ല. അതെ, ഇപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് മന്ത്രിയായില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രം സീറോ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഈ ജയിച്ചു വന്ന 102 പേരും മന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവരായിരുന്നു എന്ന് പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പോലും പറയുന്ന കാര്യം തന്നെയാണ്. ഈ 102 പേരെ നമുക്ക് മന്ത്രിമാരാക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന 21 അംഗ മന്ത്രിസഭ എടുത്തു നോക്കാം. ഇതിൽ ആരെ മാറ്റി നിർത്തിയ ഒരാളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. VT ബൽറാം അത്രത്തോളം യോഗ്യനാണ് എന്ന് നമുക്കറിയാം. യുവനിരയെ പിടിച്ചു നിർത്തിയ നമുക്കറിയാം കോൺഗ്രസിന്റെ 2ാം നിര എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, വളരെ ശക്തമായ 1ാം നിരയെ തട്ടി പുറകിലേക്ക് വന്നാൽ അതിലും ശക്തിയേറിയ 2ാം നിരയുണ്ട്. അതിൽ ഒരു വലിയ ഭാഗം തന്നെയാണ് VT ബൽറാം എന്ന് പറയുന്നത്. അദ്ദേഹം തോൽപ്പിച്ചത് MP രാജേഷ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തനായ വ്യക്തിയെ കൂടിയാണ്. അങ്ങനെ മന്ത്രിയെ തോൽപ്പിച്ച ആൾ എന്ന പദവി കൂടി VT ബൽറാമിന് കിട്ടുകയാണ്. ഈ ഇലക്ഷന് മുൻപ് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് തൃത്താലയിലേക്ക് പോകുമ്പോൾ അവിടെ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും പറയുന്നത് VT ബൽറാം വിജയിക്കണം, VT ബൽറാം വിജയിക്കണം, VT ബൽറാം തന്നെ അടുത്ത MLA ആവണം എന്നൊക്കെയാണ്. ശരിക്കും ജനങ്ങൾ ആഗ്രഹിച്ചത് തന്നെയാണ്. കാരണം ആ വഴിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ കുറെ കിലോമീറ്ററുകൾ കടന്നു പോകുമ്പോൾ പലയിടത്തായി പല പല ഫ്ലെക്സ് ബോർഡുകൾ കണ്ടിരുന്നു. MP രാജേഷ് 1807 കോടി രൂപയുടെ പദ്ധതികൾ തൃത്താലയിൽ നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ രോഹിത്തേട്ടനോട് സംസാരിക്കുകയാണ്. രോഹിത്തേട്ടൻ, ഈ 1800 കോടി രൂപയുടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഒരു മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയില്ലേ? 1800 കോടി എന്ന് പറഞ്ഞാൽ അതിലെത്ര പൂജ്യം ഉണ്ടെന്ന് പോലും നമുക്ക് ഒന്ന് ആലോചിച്ചാലേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും പണം ഇറക്കി അവിടെ ഒരു വികസനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അവിടെ അറിയാൻ സാധിക്കും. പക്ഷെ തൃത്താലയിൽ അങ്ങനെയൊന്നും ഇല്ല. അത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതായത് VT ബൽറാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഏതോ സ്കൂളിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു കെട്ടിടത്തിന്റെ. അപ്പൊ ഇത് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് MP രാജേഷ് പറയുമ്പോൾ റീലിനകത്താണ് അതിങ്ങനെ നമ്മള് സൂം ചെയ്ത് പോകുമല്ലോ. സൂം ചെയ്ത് പോകുമ്പോ ഇതിന്റെ മണ്ടയിൽ നിൽക്കുന്ന VT ബൽറാമിന്റെ വെച്ച് ക്രിയേറ്റഡ് ആണ്. അപ്പൊ എന്തെടുത്ത് കഴിഞ്ഞാലും VT ബൽറാമിന്റെ ഒരു മുഖം വരുന്ന രീതിയിലേക്ക്. പക്ഷെ ഇതിനകത്തും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ VT ബൽറാമിന്റെ കഴിഞ്ഞ തോറ്റുപോയ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിലും അന്ന് VT ബൽറാം നേരിട്ട ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിക്കുന്ന ഇടതുപക്ഷ മണ്ണിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നിയമസഭയിൽ വെച്ച് പോയ വാക്കിന്റെ പേരിലാണ് അദ്ദേഹം തോൽക്കുന്നത്. മരണപ്പെട്ടു പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള EMS പറ്റി അദ്ദേഹത്തിന്റെ വായിൽ നിന്നും എന്തോ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് വലിയ രീതിയിൽ എടുത്തിട്ട് അലക്കുന്ന CPM-മാരെയാണ് കണ്ടത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള VS അച്യുതാനന്ദനാണെങ്കിലും EMS നമ്പൂതിരിപ്പാടാണെങ്കിലും അതേപോലെ തന്നെ EK നായനാരാണെങ്കിലും, അപ്പോൾ ഇവരെ എല്ലാം ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് പാർട്ടി ഭേദമന്യേ വരുന്ന ഇഷ്ടമാണ്. അത് ഈ പറഞ്ഞ VS അച്യുതാനന്ദൻ ആണെങ്കിലും നമ്മുടെ ഉമ്മൻചാണ്ടി ആണെങ്കിലും EMS ആണെങ്കിലും ഇവർക്കെല്ലാം ഉള്ളത് രാഷ്ട്രീയ ആചാര്യന്മാർ, രാഷ്ട്രീയ ഗുരുക്കന്മാർ, അല്ലെങ്കിൽ നമുക്ക് മുന്നേ നടന്ന ഏറ്റവും മികച്ച നേതാക്കന്മാർ എന്നുള്ള ലേബലിലാണ് എല്ലാവർക്കും പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന നേതാക്കൾ. അപ്പോൾ അന്ന് സംഭവിച്ചത് അത്തരത്തിലുള്ളൊരു വികാരമാണ്. അതുമല്ല, തൃത്താല ഒരു ചുവപ്പ് മണ്ണായിരുന്നു. അതിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്ത, ഈ പറഞ്ഞ യൂസേജിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്ത് അതിനെ ഒരു സോഷ്യൽ മീഡിയ മെറ്റീരിയൽ ആക്കി അത്തരത്തിൽ സംഭവിച്ചതാണ്. ഈ 2021 തിരഞ്ഞെടുപ്പിൽ 2000-3000 വോട്ടുകൾക്കാണ് MP രാജേഷ് വിജയിച്ചതെന്ന് പറയുന്നത് അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. 2021 തിരഞ്ഞെടുപ്പ് ഒരിക്കലും അധികാരത്തിൽ കയറാൻ സാധ്യതയില്ലാത്തൊരു തിരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറഞ്ഞ പാൻഡമിക് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള ലേബലിൽ തന്നെയാണ് വിജയിച്ചത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് 2000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കി വന്നത്. നമ്മൾ ആദ്യം ഉന്നയിച്ച
EMS കുറിച്ച് EK നായരെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗ വേളയിൽ പോയിട്ടുള്ള ആ ഒരു വാക്യം അത് തന്നെ കട്ട് ചെയ്തിട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കും. ഈ അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് വലിയ, അതായത് ഇടതുപക്ഷത്തെ ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന, എന്നാൽ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാത്ത ഒരു പറ്റം ആളുകളുണ്ട്. ഇവരുടെ മനസ്സിൽ ഇത് കൃത്യമായിട്ട് കൊള്ളുകയും അവരെ മാറ്റിക്കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു ഇടതുപക്ഷ മണ്ണിൽ ഒരു പ്രതിപക്ഷ MLA ആയിട്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും അവിടെ VT ബൽറാം ചെയ്തു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ MV രാജേഷ് കഴിഞ്ഞ 5 തവണയായിട്ട് മന്ത്രിയായിരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിഡന്റ് ആയിട്ട് കാണിക്കാൻ കഴിയുന്നൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ മന്ത്രിമാർ തോറ്റ മണ്ഡലങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഒരു മന്ത്രിയുടെ മണ്ഡലം ഇങ്ങനെയാണോ കിടക്കേണ്ടത് എന്നുള്ള ചോദ്യം മാത്രമാണ്. സിമ്പിളാണത്. ഒരു പ്രതിപക്ഷ MLA അല്ലെങ്കിൽ ഒരു സാധാരണ MLA, അതിനുമപ്പുറം ഒരു മന്ത്രിയുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുണ്ടറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ PC വിഷ്ണുനാഥ് അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇനി അവിടെ ചെയ്യും. കുണ്ടറയുടെ സുവർണ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. അപ്പോൾ MB രാജേഷിന്റെ മണ്ഡലം ഒരു മന്ത്രിയുടെ മണ്ഡലം എന്ന നിലയിൽ അവിടെ എന്തൊക്കെയോ വലുത് നടക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. 5 വർഷം കഴിഞ്ഞവർ ആഗ്രഹിക്കുകയാണ് MB രാജേഷ് മാറണം. തൃത്താലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷത്തിന്റെ ഒരു യുവമുഖം അവിടെ മത്സരിക്കുന്നു. ഇവിടെ കോൺഗ്രസിന് UDF വേണ്ടിയിട്ട് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു യുവാവ്. ഇതിൽ ആര് ജയിച്ചാലും അവർക്ക് ലോട്ടറി എന്നുള്ള നിലയിലായിരുന്നു. പക്ഷെ അവിടെ ഇത്തവണ മുന്നിട്ട് നിന്നത് VT ബൽറാം തന്നെയായിരുന്നു. ഇത് ശരിക്കും ആഗ്രഹിച്ചൊരു വിജയം തന്നെയാണ്. ഈ ഓരോ കോൺഗ്രസ്സുകാരനും നമ്മൾ ചില മണ്ഡലങ്ങൾ നോക്കിക്കാണുമല്ലോ, ഇയാൾ ജയിക്കണമായിരിക്കും എന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങൾ. അതിലൊന്നായിരുന്നു തൃത്താല. അങ്ങനെ VT ബൽറാം വിജയിച്ചു വരികയും ചെയ്തു. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ അമർഷമുള്ള പലരും ഉണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ടാകും. പക്ഷേ ഈ മന്ത്രിസഭ തന്നെ അത്രയും യോഗ്യതയുള്ളതാണ്. തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ MLA എന്ന നിലയിൽ ഇപ്പോൾ പ്രതിപക്ഷ MLA അല്ല, കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ ഭരണപക്ഷത്തുള്ള MLA ആണ്. ഇനിയും കുറെ കാര്യങ്ങൾ തൃത്താലയ്ക്ക് വേണ്ടി VT ബൽറാം കൊണ്ടുവരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും അവിടെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഉറപ്പാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2000-3000 വോട്ട് തോൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുന്ന ഏകദേശം 8385 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ തൃത്താലയിൽ വിജയിക്കുന്നത്. അത് വലിയൊരു വിജയം തന്നെയാണ്. ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ 8000 വോട്ടിന്റെ വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് 5000 വോട്ടിന് വെളിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിജയം തന്നെയാണ്. നമ്മൾ തന്നെ തളിപ്പറമ്പിൽ കണ്ടു. തളിപ്പറമ്പിൽ ഏകദേശം 8000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് TK ഗോവിന്ദൻ വിജയിക്കുന്നത്. കാരണം അവിടെ വിജയിക്കുമ്പോൾ ആ 8000 വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000 വോട്ടുകളുടെ ലീഡുകളുടെ, നമ്മൾ പറയില്ലേ രാജകീയമായ വിജയം എന്ന്, അത്തരത്തിലൊരു രാജകീയ വിജയം തന്നെയാണ് തൃത്താലയിലെ VT ബൽറാമിന് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ 8000 വോട്ട് കുറഞ്ഞു പോയി എന്ന് തോന്നുമെങ്കിലും പക്ഷേ ഒരു ഇടതുപക്ഷ കോട്ടയിൽ ഒരു UDF-കാരന് പിടിക്കാൻ കഴിയുന്ന കനത്ത വിജയമാണ് അവിടെ VT ബൽറാമിന് ഉണ്ടായിട്ടുള്ളത്. ആ വിജയത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ VT ബൽറാം അവിടെ നടത്തേണ്ടതുണ്ട്, നടത്തുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്.